Good morning, children. Today also we are going to study Samyuktakshar. Okay, two different Vyanjans are joined and form a Samyukt Akshar. Okay, you have to write date and day in the margin and copy this. Ka. We already know that if there is a line like this, you have to read it as half. Ka. ഏത് അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വായിക്കാൻ പാടുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ക ഇങ്ങനെ വരച്ച ക ക യ ക്യ. ഓക്കെ, ക യ ക്യ. ക ഹാഫ് ആൻഡ് യ. ക്യാ ക്യാരി. ഓക്കെ, ക ക്യാ ക്യാ ക്യാരി. Next, th, tha, 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 പത്തർ. ഇത് നിങ്ങൾക്കറിയാം, ഈ താ വരുമ്പോ കൂട്ടി വരയ്ക്കരുത് അതിന്റെ മേലെ കൂടെ. കണ്ടോ, ഇത് ഒറ്റ ലൈനായിട്ട് വരയ്ക്കരുത്, ഇങ്ങനെ ലൈൻ വിട്ടിട്ട് തന്നെ വേണം വരയ്ക്കാൻ. താടെ അടിയിൽ ഇങ്ങനെ ലൈൻ വന്നു, ഹാഫേ വായിക്കാൻ പാടുള്ളൂ. th, tha, 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 പത്തർ. B, ja, bj, j, sabzi. Okay, j, sabzi. K, ya, kya, 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 kyari. T, tha, tha, pattar. ബ ജ ജ സബ്സി. ഇത് ജായാണ്. ഈ ഡോട്ട് വരുമ്പോ അതിന് സ. സെഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോ സ എന്നല്ലോ പറയും, സ. അവിടെ ഒരു എംഫസൈസ് കൊടുത്തിട്ട് സബ്ജി എന്ന് വായിച്ചാലും തെറ്റല്ല, പക്ഷെ ഇങ്ങനെ ഇട്ടാല് സബ്സി. ഓക്കെ, സബ്സി. ശബ്ദാർത്ഥ്, വേർഡ് മീനിങ്സ്. ഇത് പറയുമ്പോഴാണ് ടീച്ചർക്ക് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മീനിങ്സ് തരുന്നത്, അല്ലേ? വെറുതെ കോപ്പി ചെയ്യാനായിട്ടാണോ തരുന്നത്? ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ എന്താ ഉണ്ടായത്? ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, പഠിക്കന്നെ വേണം. ഓക്കെ, ലൈവ് ക്ലാസ്സിൽ ഞാൻ ചെയ്യിക്കും. അണ്ടർസ്റ്റുഡ്? സോ പ്ലീസ് റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ശബ്ദാർത്ഥ്, വേർഡ് മീനിങ്സ്. ക്യാ, വാട്ട്. Kyari, flower bud. Sabji, vegetable. Pattar, stone. Kya, what. Kyari, flower bud. Sabzi, vegetable. Pattar, stone. Okay. Next. संयुक्ताक्षर वाले शब्दों पर गोला लगाइए. സർക്കിൾ ദ ജോയിന്റ് ലെറ്റേഴ്സ്. ഇതിൽ സംയുക്താക്ഷർ ഏതൊക്കെയാണോ അതില് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഗുച്ഛ, അത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത്, കാരണം സംയുക്താക്ഷരാണ്, ദ്വിത്വ്യഞ്ജന അല്ല, രണ്ടെണ്ണം ജോയിൻ ആവണത്. സി ഹിയർ, ഈ ഫസ്റ്റ് ലൈൻ ടീച്ചർ പറയാം. തിത്ലി, ഇതിലൊന്നും പുതിയത് ജോയിൻ ചെയ്തിട്ടില്ല. ബസ്ത, ഹിയർ സ ആൻഡ് ത ജോയിന്റ് ആണ്, ജോയിന്റ് ലെറ്റർ ആണ്, സംയുക്താക്ഷരാണ്. സോ യു ഹാവ് ടു സർക്കിൾ ദിസ്. ദിസ് ഈസ് ഗിവൺ ഇൻ യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 11. No need to copy in your notebook. You please copy this. No, not copy. You have to do this in your Hindi textbook. So this is given in the Hindi textbook, page number 11. Okay. Page number 11. So please do that and post in the assignment section. Here, Titli is not Basta, so you have to circle this. Mela Suresh.
ഇതൊന്നും സംയുക്താക്ഷരമല്ല. നെക്സ്റ്റ് ലൈനിൽ ഏതൊക്കെയാ വരുന്നത് നോക്ക്. ജസ്റ്റ് സർക്കിൾ ദാറ്റ് ലെറ്റർ. ഓക്കെ, സോ സർക്കിൾ ദ ജോയിന്റ് ലെറ്റർ. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 ഇതുണ്ട്. കോപ്പി ചെയ്യേ വേണ്ട നോട്ട്ബുക്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുമ്പോൾ ഇതിന്റെ അടുത്ത് നിങ്ങൾ ഡേറ്റും എഴുതും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മാർജിനിൽ സ്ഥലം ഉണ്ടാവും, ഡേറ്റ് എഴുതിയിട്ട് നിങ്ങൾ ഇത് ചെയ്യും. ഓക്കെ ചിൽഡ്രൻ, സോ പ്ലീസ് ഡു ദിസ് ഇൻ യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ്, द्वित व्यंजन और संयुक्त अक्षर वाले शब्द अलग अलग कीजिए. ഈ ബ്രാക്കറ്റില് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതില് ദ്വിത് വ്യഞ്ജനമുണ്ട്, സംയുക്ത അക്ഷരമുണ്ട്. സോ ദ്വിത് വ്യഞ്ജൻ ഏതൊക്കെയാണെന്നുള്ളത് ഒരു സ്ഥലത്ത് എഴുതാം, സംയുക്ത അക്ഷർ എന്നുള്ളത് ഒരു സ്ഥലത്ത് എഴുതാം. ദ്വിത് വ്യഞ്ജൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? ഒരേ വാക്കന്നെ ഇരട്ടിപ്പിച്ച് വരുന്നത്. ഇപ്പൊ ച എന്നാണെങ്കിൽ അത് ച തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടാവുക, കായാണെങ്കിൽ ഖ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് സംയുക്ത അക്ഷർ എന്താണ്? ഇപ്പൊ ദോസ്ത് ആണെങ്കിൽ സായും തായുമാണ് വന്നത്, സ്ത് അല്ലെ. പ്യാസ് എന്ന് പറഞ്ഞ പായും യാവുമാണ് വന്നത്. അതാണ് സംയുക്താക്ഷരം ദ്വിത്വ്യഞ്ജനും തമ്മിലുള്ള ഡിഫറൻസ്. ദ്വിത്വ്യഞ്ജൻ പറഞ്ഞ സെയിം വേർഡ് തന്നെയാണ് ഇരട്ടിപ്പിക്കണത്. സംയുക്ത അക്ഷർ പറഞ്ഞ രണ്ട് ഡിഫറെന്റ് വേർഡ്സ് ആണ് ജോയിൻ ചെയ്യണത്, ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ് ജോയിൻ ചെയ്യണത്. ഓക്കെ, അതുപോലെ എന്താണ് ബ, രണ്ട് ബ, ഡിബ, ഗുബാര, അതൊക്കെ ദ്വിത് വ്യഞ്ജനാണ്. ഇപ്പൊ അശ്വ അല്ലെങ്കിൽ മക്കി, മക്കൻ, ലട്ട, അതൊക്കെ സംയുക്താക്ഷരാണ്. കാരണം രണ്ട് ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ് അവിടെ ജോയിന്റ് ആയിട്ടുള്ളത്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ലെറ്റേഴ്സ് ജോയിൻ ചെയ്യുന്നത് സംയുക്താക്ഷരം, സെയിം ലെറ്റർ തന്നെ ഇരട്ടിപ്പിച്ച് പറയണതാണ് ദ്വിത് വ്യഞ്ജൻ. അപ്പൊ ഈ ബ്രാക്കറ്റ് തന്നത് നോക്കിയിട്ട് നിങ്ങൾ രണ്ടും രണ്ടായിട്ട് എഴുതുക നിങ്ങളെ ബുക്കിൽ. ഓക്കെ, ദ്വിത് വ്യഞ്ജൻ ഏതാണ്, സംയുക്താക്ഷർ ഏതാണെന്ന്. യു ഹാവ് ടു റൈറ്റ് ഡേറ്റ് ആൻഡ് ഡേ ഇൻ ദ മാർജിൻ ഓൾസോ. സോ പ്ലീസ് ഡു ദാറ്റ്. ഇത് എന്തിനാ തരുന്നതെന്ന് ചോദിച്ചാൽ ദ്വിത് വ്യഞ്ജൻ എന്താണ്, സംയുക്താക്ഷർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കാനാണ്. ഓക്കെ ചിൽഡ്രൻ, അപ്പൊ പഠിക്കണത് കുറച്ചും കൂടെ സീരിയസ് ആയി എടുക്കും. വെറും കോപ്പി ചെയ്യാൻ വേണ്ടാതിരിക്കുക ഒന്നുമല്ല. സ്കൂള് തുറന്നാലോ, പെട്ടെന്ന് സ്കൂള് തുറന്ന് നിങ്ങൾ സ്കൂളിൽ വന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമത്? ഇപ്പൊ ലീല ടീച്ചർ പറയണ ടെസ്റ്റ് തന്ന് അത് പാസ്സാവണമെങ്കിൽ മാത്രം അവരെ ഇപ്പൊ ഇതാക്കുക, അത്ര അവർ അപ് ടു ദ മാർക്ക് ആയില്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ ഇരുത്താന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അതിന് അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കും. അപ്പൊ അത് കുറച്ചല്ലേ ഉള്ളൂ. ഡെയിലി പഠിക്കുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒക്കെ കൂട്ടി വെച്ച് പഠിക്കുമ്പോ എന്താവും? ഒരുപാടാണത് അല്ലെ, കുറെ പഠിക്കാനുള്ള പോലെ തോന്നും. അപ്പ ചെയ്തു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ പ്ലീസ് ലിസൺ ടു ദ വീഡിയോ കെയർഫുള്ളി ആൻഡ് ഡു ദ വർക്ക് ഗിവൺ. Okay children, and study well also. Thank you.